നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ വിഷുഫലത്തെക്കുറിച്ച് പറഞ്ഞു വരാം. 2026 വിഷുഫലം എങ്ങനെയാണ്? 2026 ഏപ്രിൽ മാസം 14 തൊട്ട് വിഷു ആരംഭിക്കുകയാണ്. വിഷുഫലം നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ഓരോ ആളുകളെയും അറിയിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ വിഷുവിൻ്റെ തലേദിവസം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഓരോന്ന് പ്ലാൻ ചെയ്ത് അതിൻ്റെ ഫലം പൂർണ്ണമായി എടുക്കണമെങ്കിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കി വയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ ഇന്ന് ഓരോ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് നോക്കാം. നമുക്ക് കന്നി രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. കന്നി രാശിയിൽ പെടുന്ന നക്ഷത്രങ്ങൾ ഉത്രം നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗവും അത്ത നക്ഷത്രം പൂർണ്ണമായിട്ടും ചിത്തിര നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. അപ്പോൾ കന്നിരാശിയിൽപ്പെട്ട ആൾക്കാർക്ക്, ഈ 2.25 നക്ഷത്രത്തിൽ പെട്ട കന്നിരാശിക്കാർക്ക് വിഷുഫലം വളരെ സൗഭാഗ്യപ്രദം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഏറ്റവും ശോഭനമായിട്ടുള്ള വിഷുഫലമായിരിക്കും. അതിന് 2-3 കാരണങ്ങളുണ്ട്. കന്നിരാശിക്കാർക്ക് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനിയൊക്കെ അവിടെ നിൽക്കട്ട്. പക്ഷേ നമുക്ക് ഏറ്റവും ശോഭനം എന്ന് പറയാൻ കാരണം ലാഭസ്ഥാനത്ത് വ്യാഴം വരുന്ന വർഷമാണ്. ഈ ജൂൺ മാസം തൊട്ട് ലാഭസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വ്യാഴം വരും. ഇത് 12 വർഷത്തിലൊരിക്കൽ മാത്രമേ ഒരു വർഷക്കാലം 11ലേക്ക് വ്യാഴം സഞ്ചരിച്ചെത്തുള്ളൂ. അത് ഈ വിഷുവിൻ്റെ കാലഘട്ടത്തിലാണ് വരണേ. അതാണ് ഏറ്റവും ശോഭനം എന്ന് പറയാൻ കാരണം. സാമ്പത്തികമായി വളരെ നേട്ടം ഉണ്ടാവും. അപ്പോൾ ബിസിനസ് ആദി കാര്യങ്ങൾ വല്ലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യണം. ബിസിനസ് പുരോഗതി വരും. അതുപോലെ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർ ഉദ്യോഗമല്ലാതെ മറ്റെന്തെങ്കിലും ലാഭവും കൂടി അവർ കണ്ടുപിടിക്കും. ലാഭസ്ഥാനത്തേക്ക് വ്യാഴം വരികയാണ്. അപ്പോൾ ഈ വിഷുഫലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടത്തിന് കാരണമായി ഭവിക്കും. ഒരേ സമയത്ത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പൈസ ഉണ്ടാവും. ധനനേട്ടം, മറ്റ് സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. കുടുംബത്തിനകത്ത് ഉയർച്ചയുണ്ടാവും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം അത് എന്തായാലും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാതെ ബ്ലോക്കായി കിടക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കും. നമുക്ക് കിട്ടൂല എന്ന് ധരിച്ചിരിക്കുന്ന ധനമോ ഭൂമിയോ മറ്റ് കാര്യങ്ങളോ നമ്മളിലേക്ക് എത്തിച്ചേരും. നഷ്ടപ്പെട്ട പലതും തിരിച്ചു വരാൻ സഹായിക്കുന്ന ഒരു വർഷവും കൂടിയാണ് നിങ്ങൾക്ക് വിഷുഫലത്തിലൂടെ ലഭ്യമാവണേ. അപ്പോൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ തന്നെ നിങ്ങളെ ഈ നല്ല സമയത്തിൻ്റെ ഫലം നിങ്ങളെ അറിയിക്കണേ. നേട്ടഭാവങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സഹായിക്കാൻ നിങ്ങളെ അറിയിക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. എന്ന് ഷെയർ ചെയ്യണം. നമുക്ക് വരുന്ന ഈ ഗുണഫലം മറ്റുള്ളവർക്കും കൂടി ലഭിക്കട്ടെ, മറ്റുള്ളവർക്കും കൂടി ഐശ്വര്യപ്രദമായി തീരട്ടെ. നേട്ടം എല്ലാവർക്കും നമ്മളെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ അനുകൂലപ്രദമായി മാറ്റിട്ട് അവർക്ക് നേട്ടം വരട്ടെ. അതുപോലെ തന്നെ എന്തുകൊണ്ട് നേരത്തെ, കാരണം ഇത് വിഷുവിൻ്റെ തലേദിവസം നമുക്ക് മീനമാസത്തിൽ പറഞ്ഞാലും മതിയാവും. പക്ഷേ എങ്കിലും നമുക്കൊരു കാര്യം പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ച കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങളെ ഈ ദൗത്യം ഏൽപ്പിക്കണേ. കാരണം 60,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കാരണം എന്നെ കേൾക്കുന്നവർ. അപ്പോൾ അവരിലേക്ക് ഈ ദൗത്യം
എന്നെ വിശ്വസിക്കുന്നവർ, ഞാൻ നോക്കി എന്നെ കൺസൾട്ട് ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള വിവിധ രാജ്യങ്ങളിലുള്ളവർ 49 ലോകരാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവർ പലരും ഈ ചാനലിലൂടെ എന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇത് നേരത്തെ ഈ ദൗത്യം അവരെയും കൂടി എത്തിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഈ ലൈവ് പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ പലരും ലൈവ് കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന് പറയണം. കാരണം ബെൽ ബട്ടണും കൂടി അമർത്തുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ നേരത്തെ തന്നെ നിങ്ങളെ അറിയിക്കാനും സാധിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും, എല്ലാ കന്നിരാശിക്കാർക്കും ഈ വിഷുഫലം കിട്ടേണ്ട ഫലം പൂർണ്ണമായി ലഭിക്കാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.